കൂടുന്നേ കൂടുന്നേ, ജനസംഖ്യയെല്ലാം കൂടുന്നേ, പെരുകുന്നേ, ജിഹാദികളെല്ലാം പെരുകുന്നേ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന ദേശീയവാദികളെ സന്തോഷിപ്പിക്കും വിധം നമ്മുടെ ജനസംഖ്യാ നിരക്ക് വളരെ അവിസ്മരണീയമാം വിധം, ഞെട്ടിപ്പിക്കും വിധം താഴേക്ക് വന്നു. എന്ന് വെച്ചാൽ ഇന്ത്യാസ് ഫെർട്ടിലിറ്റി റേറ്റ് ഹാസ് ഫാളൻ ബിലോ റീപ്ലേസ്മെൻറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ കൺട്രീസ് ഹിസ്റ്ററി, ഡിക്ലൈനിങ് ഫ്രം TFR of 2.3 to 1.9 in just a decade. Delhi's fertility rate now sits at 1.2, lower than Finland. ഫിൻലാൻഡിനേക്കാൾ കുറഞ്ഞ് 1.2 ആയി നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റ്. പിന്നെ ആകെ ഇന്ത്യയുടേത് മൊത്തം 1.9 എത്തിത്തീർന്നു. രണ്ട് കാര്യങ്ങളായിരുന്നു നമ്മളിവിടെ കേട്ടിരുന്നത്. ഒന്ന്, ഉൽപ്പാദിപ്പിക്കടാ ഇല്ലെങ്കിൽ അവന്മാരെല്ലാം കൂടെ അത് ഉണ്ടാക്കി ഇന്ത്യ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാണ് എല്ലാവരും കൂടെ ബഹളം വെച്ചത്. പക്ഷേ അതിനനുസരിച്ച് ഈ ഉൽപ്പാദനം അങ്ങോട്ട് മുകളിലോട്ട് കയറുന്നില്ല. സാധാരണയായി ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്നവരും ഉൽപ്പാദനം കുറച്ചു വെക്കാൻ തീരുമാനിച്ചു എന്ന സൂചനയാണ് ഇപ്പോൾ കിട്ടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മൊത്തത്തിലുള്ള സംഖ്യ പണ്ട് 7, 10 തുടങ്ങിയവയായിരുന്നു. അന്ന് ഉണ്ടാക്കുന്നവർക്കും ഉണ്ടാക്കപ്പെടുന്നവർക്കും അതിന് കാരണമാകുന്നവർക്കും ആക്ഷേപമൊന്നുമില്ലെങ്കിൽ വേറെ ആക്ഷേപമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല. മെനക്കെടുന്നവനും ഉണ്ടാക്കുന്നവനും ചെലവിന് കൊടുക്കുന്നവനും അല്ല ഏറ്റവും വലിയ സങ്കടവും പ്രതിഷേധവും ചൊറിച്ചിലും കടിയും പുഴുക്കടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വിദേശവാദികൾക്കാണ്. ഇതാരും ഇടപെടാതെ തന്നെ ഈ 10 നിന്നും 7 5 ഒക്കെ താഴ്ന്നു വന്നിരുന്നു. അതിപ്പം നേരെ 3 2 1 തട്ടി നിൽക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് കല്യാണം തന്നെ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്. കല്യാണം കഴിച്ചെങ്കിലും കുട്ടികളെ ഉണ്ടാക്കണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുന്ന പുരോഗമനവാദികൾ അടക്കമുള്ളവർ നല്ല നെളിഞ്ഞ് നിപ്പുണ്ട്. കാക്കാമാരിത് കേരളത്തിലെല്ലാം കൂടെ കൂട്ടി പീച്ചാൻ പോന്നേ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം അധ്യാപക സംഘടനയുടെ നേതാവ് പറഞ്ഞത്, ഞങ്ങളെല്ലാവരും കൂടി എത്രയും പെട്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഒന്ന് കാണാനിരിക്കുക. ഞാൻ ചോദിച്ചു, എന്താ സാറേ സംഗതി? അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കണം. ഞാൻ ചോദിച്ചു, അതെന്തിനാണ് കുറയ്ക്കുന്നത്? പ്രത്യേകിച്ച് കാര്യം വല്ലതും ഉണ്ടോ? വിദ്യാഭ്യാസ നിലവാരം കൂട്ടാനാണോ? കൂടുതൽ ആഴത്തിലും പരപ്പിലും പഠിപ്പിക്കാനാണോ? അപ്പോൾ പറഞ്ഞ മറുപടി, അതൊന്നുമല്ല. പഴയ അനുപാതത്തിൽ പോയാൽ ഒരു 10-30% അധ്യാപകർക്ക് പണിയില്ലാതാവും. അതെന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ പള്ളിക്കൂടങ്ങളിൽ പിള്ളേർ കുറഞ്ഞു എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ ആകെ വല്ല രക്ഷയുള്ളത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇസ്ലാം മത വിശ്വാസി അല്ലാത്ത ആ അധ്യാപകൻ്റെ ചുണ്ടിൽ നിന്നും ആ മലപ്പുറം എന്നൊക്കെ പറഞ്ഞപ്പോൾ തേൻ കണങ്ങൾ ഇങ്ങനെ ഇറ്റിറ്റിറ്റിറ്റ് വീണു. അത്ര രുചിയോടെയാണ് മനുഷ്യരെ കാണാൻ വേണ്ടി. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, ജനസംഖ്യ കുറഞ്ഞാൽ നമ്മുടെ രാജ്യം എലിവാണം കത്തിപ്പോകുന്ന പോലെ മേപ്പോട്ട് പോകുമെന്നാണ് പറഞ്ഞിരുന്നത്. മുകളിലേക്ക് പോകുന്നത്. ഏതായാലും ഒരു 10-15 വർഷം കൂടെ കാത്തിരുന്നാൽ ഇത് മുകളിലേക്ക് പോകുമോ എന്നുള്ളത് കണ്ടറിയാം. നമ്മൾ സാധാരണ ഈ ജനസംഖ്യ കൂടുമ്പോൾ പറയുന്ന വിദ്വേഷത്തും വെറുപ്പിനും അപ്പുറത്ത് ഇന്ന് ലോകത്തിന് വേണ്ടത് വലിയ മാർക്കറ്റും വലിയ മാൻ പവറുമാണ്. സത്യത്തിൽ ഇന്ത്യയുടെ ആകെ ഒരു നിലയും വിലയും ഇപ്പം നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മളൊക്കെ ഇന്ത്യക്കാരാണ്. ഇത് നല്ലൊരു ചന്തയാണെന്നുള്ളതാണ്. ലോകത്തെന്ത് സാധനവും ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാം. പിന്നെ അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നില്ലേ UK അവിടത്തേക്കും ഒക്കെ ഈ ഹോം നേഴ്സുമാർ ഇത്രയും കൂടുതൽ പോകുന്നത് എന്താ? അതിൻ്റെ കാര്യം അവിടെ എല്ലാം ഈ 1 വരെ ഉണ്ടായിരുന്നുള്ളൂ. ആ 1 വരെ ഒന്നും സ്ഥലത്തില്ല. അവരെങ്ങാണ്ട് പോയിരുന്ന് ഈ അപ്പൂപ്പനെയും അമ്മൂമ്മയും നോക്കുന്നവർക്ക് ശമ്പളം കൊടുക്കുക. അതിനാണ് ഇവിടുന്ന് നേഴ്സുമാർ അധികവും പോകുന്നത്. വീട്ടിലെ നേഴ്സായിട്ടൊക്കെ പോകുന്ന ധാരാളം പേരുണ്ട്. ഇനിയിപ്പം നമ്മുടെ നാട്ടിലും ഇത് ഗണ്യമായി കുറഞ്ഞാൽ ഈ ഒരവസ്ഥ വരും. പലയിടങ്ങളിലും ഗാന്ധി ഭവൻ അഗതി മന്ദിരങ്ങൾ വരും. സംഗതിയൊക്കെ ഇനി കത്തിപ്പടരും. അതിലൊരു കാര്യം കൂടി എലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിലെ ഹൈലൈറ്റ്. എലോൺ മസ്ക് പറഞ്ഞെന്താ അറിയോ? വിദ്യാഭ്യാസ നിലവാരമുള്ളവരിലാണ് ഇത് ഏറ്റവും ഗണ്യമായി കുറഞ്ഞത്. വിദ്യാഭ്യാസം നമ്മളെ കൂടുതൽ കരുത്തരും ധൈര്യവാന്മാരും ആക്കുന്നതിനേക്കാൾ നമ്മളെ കൂടുതൽ ദുർബലമാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ ആസൂത്രണ വിദഗ്ധരും ഭാവിയെക്കുറിച്ചുള്ള ചിന്തയും ബോണസും അലവൻസും ക്ഷാമബത്തയും അതിലൂടെ വരുന്നതും ഒക്കെ കൂടുതൽ ചിന്തിക്കുന്നു. പണ്ടുള്ള മനുഷ്യരെങ്ങനെയായിരുന്നു? അവർക്ക് ഇത്തരം ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് വലിയ മുതലും വകയെക്കുറിച്ചുള്ള ആദിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? വീട്ടിൽ സന്തോഷകരമായി വിത്തിട്ടു. ആ വിത്തെല്ലാം വിളഞ്ഞു. പതിരുമണികൾ പോലെ 1 ഡസനോളം 10ഓളം 8ഓളം ഒക്കെ പുറത്തിറങ്ങി. അവരൊക്കെ പല കോണുകളിൽ പോയി 5, 6 ഒക്കെ രക്ഷപ്പെട്ടു. ബാക്കി 3, 4 കൂടെ ഒക്കെ ചേർത്ത് പിടിച്ചു. തമ്പുരാക്കന്മാരെ പോലെ
ഈ 10 സൃഷ്ടിച്ച പിതാക്കന്മാരും മാതാവും ഒക്കെ ജീവിച്ചു. അവർ ആശുപത്രിയിൽ കിടന്നാൽ മക്കളും കൊച്ചുമക്കളും അടക്കം 100ഓളം ആളുകളൊക്കെയാണ് എത്തിച്ചേരുന്നത്. ഇപ്പോൾ കിടന്നാൽ ആകെപ്പാട് വീട്ടിലുള്ള ഒരു പട്ടിയേയും കൂടെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് പോകണം. പട്ടിയാണ് ഇപ്പോൾ ആശ്വാസത്തിന് വേണ്ടി കാലിൽ നക്കി കൊടുക്കുന്നത്. അതിൻ്റെ വാർത്ത എടുത്തതാണ് പട്ടിയുടെ സ്നേഹം കണ്ടോ എന്നും പറഞ്ഞിടുന്നത്. കാരണം സ്നേഹം കാണിക്കുന്ന മക്കളും കൊച്ചുമക്കളുടെയൊക്കെ എണ്ണം ഇപ്പോൾ ഗണ്യമായി കുറവാണ്. അവരൊക്കെ വിദേശത്ത് നിന്ന് പോസ്റ്റ് ഇടുന്നുണ്ട്, ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട്, അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാടും ഇനി പുരോഗമിക്കുന്ന ലക്ഷണമാണ്. വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ച് ധൈര്യമല്ല കൂടുന്നത്, ഭയം കൂടും. ആ ഭയം കൂടുന്നതനുസരിച്ച് സമൂഹത്തിൽ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ സമരങ്ങളുടെയൊക്കെ എണ്ണം കുറയും, മക്കളുടെ എണ്ണം കുറയും. ഈ കയ്യിലിരിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളുമാണ് വലുതെന്ന് വിശ്വസിക്കും. അവസാനം ബെൽറ്റ് പൊട്ടുന്ന ദിവസം ആകെപ്പാട് ബെൽറ്റും അതിൻ്റെ ബക്കിളും അതിട്ടേക്കുന്ന ഹോളും മാത്രം മിച്ചവുമാകും. കാത്തിരിക്കാം നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ അളവുകോൽ അളന്നളന്ന് കറന്നെടുക്കാൻ.